കാനഡ ഒരു PR ഫ്രണ്ട്ലി കൺട്രി ആണെന്ന് പറയുന്നത്? കാനഡയിലെ PR കിട്ടാനായിട്ട് ഈസിയാണെന്ന് പറയുന്നത് അവിടുത്തെ പ്രൊവിൻസസ് തന്നെയാണ്. കാനഡയിലെ എല്ലാ പ്രൊവിൻസിലും PR കിട്ടാനായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. മെയിനായിട്ടും കാനഡയിൽ പെട്ടെന്ന് തന്നെ PR കിട്ടുന്ന പ്രൊവിൻസസ് ആണ് ഈസ്റ്റേൺ കാനഡയിലുള്ള അറ്റ്ലാന്റിക് പ്രൊവിൻസസ്. ഇത് മെയിനായിട്ടും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അറ്റ്ലാന്റിക് കോസ്റ്റിലാണ്. അറ്റ്ലാന്റിക് പ്രൊവിൻസസിൻ്റെ ലിസ്റ്റിൽ വരുന്നത് ന്യൂ ബ്രൻസ്വിക്, പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്, നോവസ്കോഷ്യയാണ്. ഇതിൽ മെയിനായിട്ട് പോപ്പുലർ ആയിട്ടുള്ളത് നോവസ്കോഷ്യയാണ്. മറ്റുള്ള പ്രൊവിൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അതായത് ഒണ്ടാരിയോ, ആൽബർട്ട, ബ്രിട്ടീഷ് കൊളംബിയ, അറ്റ്ലാന്റിക് പ്രൊവിൻസസിലെ കമ്പാരിറ്റീവ്ലി പോപ്പുലേഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ PR കിട്ടാനായിട്ട് എളുപ്പമാണ്. സോ ബാക്കിയുള്ള പ്രൊവിൻസിൽ, അതായത് ബാക്കിയുള്ള ഒണ്ടാരിയോ പ്രൊവിൻസസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ സ്റ്റഡീസിന് ശേഷം ജോബ് കിട്ടാനായിട്ട് അറ്റ്ലാന്റിക് പ്രൊവിൻസസിലേക്ക് മൂവ് ചെയ്യാറുണ്ട്. ഇത് മെയിൻലി അവരുടെ PR കിട്ടാനായിട്ട് ഈസി ആയിട്ട്, PR പ്രോസസ്സിങ് ഈസി ആക്കാനായിട്ടും PRൻ്റെ പോയിന്റ് സിസ്റ്റം ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം അറ്റ്ലാന്റിക് പ്രൊവിൻസിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ജോബിലേക്ക് മാറിയിട്ടുണ്ട്, ജോബ് ഓഫർ കിട്ടി നിൽക്കുകയാണെങ്കിൽ ആ ജോബ് ഓഫർ വെച്ചിട്ട് തന്നെ നമുക്ക് PRൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പം സ്റ്റഡീസ് കഴിഞ്ഞ് വിത്തിൻ 6 months to 1 year തന്നെ നമുക്ക് PRൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം.